UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന് കവളങ്ങാട് പഞ്ചായത്തിൽ നിന്നും ഉജ്ജ്വല വിജയം നേടാനാകുമെന്ന് UDF കോതമംഗലം നിയോജകമണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ബാബു ഏലിയാസ്. ഷിബു തെക്കുംപുറത്തിന്റെ തിരഞ്ഞെടുപ്പ് സ്വീകരണ പരിപാടി കവളങ്ങാട് പഞ്ചായത്തിലെ നീണ്ടപാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ MLA കവളങ്ങാട് പഞ്ചായത്തിനെ അവഗണിച്ചതിന്റെ പരിണിത ഫലമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നതെന്ന് UDF കോതമംഗലം നിയോജകമണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ബാബു ഏലിയാസ് പറഞ്ഞു. അപ്പോൾ ഈ 5 പദ്ധതികൾ ഉണ്ടെങ്കിൽ കേരളത്തിനെ രക്ഷിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റിന് കഴിയും എന്ന ബോധ്യമുണ്ട്. കോതമംഗലത്തിന്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. 10 വർഷമായി ഒരു പണിയും ചെയ്യാത്ത ഒരു ഗവൺമെന്റ്, ഒരു MLA, ആ MLA വേണോ നമുക്ക് ഇനി ചുമക്കാൻ? നമുക്ക് ആർജവമുള്ള, ലക്ഷ്യബോധമുള്ള, അല്ലെങ്കിൽ നടപ്പാക്കാൻ കഴിവുള്ള ഷിബു തെക്കുംപുറത്തിനെ പോലുള്ള MLA-മാരെ നിയമസഭയിൽ പറഞ്ഞുവിട്ട ഈ പുരോഗതി എത്രയും വേഗത്തിലാക്കുവാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇവിടെ വന്നിരുന്ന മുഴുവൻ പേരെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ 4ാം ദിന തിരഞ്ഞെടുപ്പ് സ്വീകരണ പരിപാടി കവളങ്ങാട് പഞ്ചായത്തിലെ നീണ്ടപാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷിബു തെക്കുംപുറത്തിന് കവളങ്ങാട് പഞ്ചായത്തിൽ നിന്നും ഉജ്ജ്വല വിജയം നേടാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF നേരിമംഗലം മണ്ഡലം ചെയർമാൻ ജയ്മോൻ ജോസ് അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ ഷമീർ പനക്കൻ, KP ബാബു, ബോബൻ ജേക്കബ്, PM സക്കറിയ, AT പൗലോസ്, മാത്യു ജോസഫ്, AC രാജശേഖരൻ, PC ജോർജ്, ബാബു പോൾ, ജോമി തെക്കേക്കര, ഷൈജൻ ചാക്കോ, KM അലിയാർ, MM നൌഷാദ്, PSA കബീർ, ജോബി ജേക്കബ്, അനൂപിട്ടൻ, KE കാസിം, അനിൽ രാമൻ നായർ, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ്, സൗമ്യ ശശി, PM സിദ്ദിഖ്, പ്രിയങ്ക ടോമി തുടങ്ങി ഒട്ടേറെ പേർ സംസാരിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പിന്തുണയും വലിയ സഹകരണവും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ നിയോജകമണ്ഡലം വികസന മുരടിപ്പിന് സാക്ഷ്യം വഹിച്ച ഒരു നിയോജകമണ്ഡലമാണ്. ഒരു പുതിയ പദ്ധതിയോ ഒരു പരിപാടിയോ ആവിഷ്കരിക്കുവാനോ നടപ്പിലാക്കുവാനോ ഈ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് തുടങ്ങി വെച്ച പദ്ധതികൾ പോലും ഇന്ന് ഉപേക്ഷിച്ച നിലയിലാണ്. നമുക്ക് ഈ നാടിനെ മോചിപ്പിക്കണം. എല്ലാ തരത്തിലും ഈ നാടിനെ രക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഏറ്റെടുത്തിട്ടുള്ളത്. മഴ മൂലമുള്ള പ്രതികൂല കാലാവസ്ഥയായിട്ടും 25ഓളം കേന്ദ്രങ്ങളിൽ 100 കണക്കിന് പ്രവർത്തകരാണ് ഷിബു തെക്കുംപുറത്തെ സ്വീകരിക്കാൻ എത്തിയത്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.